ഞാനാണ് ഗൈസ് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത് ചാളയല്ലേ? ഇതല്ല. എന്തിനാണ് എല്ലാരും എന്നോട് ഇങ്ങനെ ചെയ്യണത്? ഗൈസ്, ഒരു ആക്സിഡന്റിന് ശേഷം ഐഫ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഐഫോൺ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഐഫോൺ നമ്മൾ ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ പോണേ? വെസോണിൽ പോവാണ്. നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എല്ലാവരും തമ്മിലൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഗൈസ്, മീൻ മേടിച്ച് കറി വെക്കാൻ പോകുന്നത് ആരാ? ഞാനാണ് ഗൈസ് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്ന് കുക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഐഫ് പക്ഷെ സമ്മതിക്കണില്ല. ഐഫ് പറയണ ഐഫിനെ കഴിക്കാനുള്ളതാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യും. അന്ന് ഓക്കെയാണോ? ഓക്കെ. എന്തായാലും ഞാൻ ഇന്ന് മീൻ കറി വെക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഫിഷ് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കിടക്കാമാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ വെസോണിൽ നിന്നാണ് മീൻ മേടിക്കാൻ പോണത്. ഈ കറുപ്പ് ഹുഡിയൊക്കെ ഇട്ടിട്ട് വെയിലുള്ളതിരിക്കാനുള്ള അടവാ അല്ല. ഇപ്പോൾ ഹുഡിയൊക്കെ ഇട്ടിട്ട് എന്താ സൺസ്ക്രീൻ ഇട്ടില്ലേ? നല്ല വെയില. സൺസ്ക്രീൻ ഇട്ടില്ല. ചൂടില്ല. ചൂടിപ്പോ കുറഞ്ഞുണ്ട്. ദുബായിൽ ഇപ്പോൾ ചൂട് അത്യാവശ്യം കുറവാണ്. അപ്പം നമ്മളിത് വെസോണിലേക്ക് കയറുകയാണ് കേട്ടോ. നേരെ എങ്ങോട്ടാ പോണേ? ഫിഷ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വണ്ടി എടുത്തിട്ടില്ലായിരുന്നു. ഇതിൽ കൂടി തള്ളി നടക്കാൻ. വണ്ടി വേണം. ഓക്കെ ഗൈസ്, വണ്ടി എടുത്തിട്ട് വരും. അപ്പം ഐഫതേ വണ്ടി എടുത്തോണ്ട് വരണ്ട്. ഇതാണ് ഐഫയുടെ വണ്ടി. വേണോ വണ്ടി? ഓക്കെ. എന്താടാ ക്യൂട്ടാവാണോടാ? ഓക്കെ, ഇവിടെ മീറ്റ് സെക്ഷനാണ്. നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നേ ഉള്ളൂ ഗൈസ്. യെസ്, നാളെ ഫിഷ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എടുത്തു എന്തുട്ടാ? ഏത് മീനാണ് മേടിക്കാൻ പോണേ? അയില. എവിടെ? അയിലേനെ എന്താ ഇംഗ്ലീഷിൽ പറയാ? അയിലക്ക് ഇത് എന്ത്? സ്കാഡ് മാവിൽ. അറിയില്ല. ഇത് അയിലല്ലല്ലോ, ഇത് ചാളയല്ലേ? ഇത് ചാളയല്ലേ? ഇത് അയില. ഇതല്ല അയില. മെക്കറയിലാണ് അയില. എടാ പൊട്ട, ഇത് ചാളയല്ലേ? സാഡിനോ? ഇത് ചാളയല്ലേ? എടാ ഇത് ചാളയാണ്. നിങ്ങൾ പറയൂ ഗൈസ്, ഇത് ചാളയല്ലേ? എടാ പൊട്ട, ഇത് ചാളയാണ്. ഈ പോട്ടോച്ചിന്ന് പറഞ്ഞാൽ എന്നോടാ ചേട്ടനോട് ചോദിച്ചല്ലോ. എടാ ഇതും അത് സെയിം അല്ലേടാ, നീ നോക്ക്. അത് ചാള, ഇതും ചാള. ദിഗംബരനല്ല. ആണോ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കഴിച്ചാൽ പോരെ. നമ്മളിത് മുറിക്കുന്നു, കറി വെക്കുന്നു, കഴിക്കുന്നു. ഇനി എന്താ നോക്കണേ? ഓക്കെ, ഞങ്ങളെന്നാ പർച്ചേസ് ചെയ്ത് ഗൈസ്. പച്ചക്കറി മേടിക്കാൻ പോവാണോ? എഗ്ഗ് കഴിഞ്ഞു. എഗ്ഗ് മേടിക്കണം. എന്താ ഐഫോ മേക്കപ്പ് ചെയ്യാത്ത കാരണം ഐഫോ ഫേസ് തരണില്ല. സൺസ്ക്രീൻ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അത് കാരണം ഫേസ് തരണില്ല. അതുകൊണ്ടല്ലേ ഫേസ് തരാത്തെ. സവാള എത്ര കിലോ? കിത്തിന? ഹൗ മച്ച്? കോക്കനട്ട് അല്ല, സവാള ഇവിടെ. സവാളയുടെ ഇവിടെ ഇടാ. ഓണിയൻ ഇവിടെ ഇടാ. 4.95 ദിർഹമാണ് ഒരു kg വരുന്നത് ഗൈസ്. സെലക്ട് ചെയ്യാ. മുട്ടയും മേടിച്ചു അല്ലേ? എത്ര മുട്ടയുണ്ട്? 30 മുട്ട. ചീരയൊക്കെ മേടിക്കണ്ടല്ലോ. എല്ലാം കാര്യമായിട്ടാണ് ഐഫോൺ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ചീര കവറിലാക്കാൻ പോവാണ് ഗൈസ്. ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ട് ചെയ്യ്.
ഉഷാറായിട്ട് അങ്ങനെ ചെയ്യാ ഇപ്പോ. ഓക്കെ, ഇനി എന്തെങ്കിലും മേടിക്കാനുണ്ടോ ഇപ്പോ? ഒന്നുമില്ല, ചീരയും സവാളയും മാത്രം മതി, ബാക്കിയൊക്കെ വീട്ടിലുണ്ട്. മുട്ട മേടിച്ചു, മീനും. ഓക്കെ ഗൈസ്, നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ടാവും. നമ്മളിവിടെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, നമ്മുടെ ഫിഷ് റെഡിയാണ് ഗൈസ്. ഓക്കെ, പോലെ ഇനി നേരെ ബില്ലിങ്ങിലേക്ക് കിടക്കണം ഗൈസ്. ചെറിയ ന്യൂട്ടല്ല, ക്യൂട്ടി ന്യൂട്ടല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ കൂടി ഇടി ഈ കുഞ്ഞി ന്യൂട്ടല്ല. ഇപ്പം ബില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോട്ടൽ 64.3 ദിറം. ആയിക്കോ, 64.3 ദിറം. നമ്മൾ എത്ര സാധനം മേടിച്ചിട്ടുള്ളൂ? എക്സ്ട്രാ ബാഗ് വേണോ? ഓൺലി ദിസ് മച്ച്. കണ്ടോ പൈസ? എന്തി എൻ്റെ പോക്കല്ല, ഞാൻ എടുക്കണ്ടേ? ഗൈസ് നോക്കൂ ഗൈസ്, നീ പ്ലേ ചെയ്യണ്ട, എനിക്കെന്നെ വിശ്വാസമില്ലാതൊക്കെ ചെറുതായിട്ട്. ഇത് കണ്ടോ, എന്നെ കൊണ്ട് ഇവള് പിടിപ്പിക്കുകയാണ്. എന്നെയും കൊണ്ട് പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് എല്ലാം എന്നെ കൊണ്ട് പിടിപ്പിക്കുകയാണ് ഗൈസ്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഐഫോൺ പണിയെടുപ്പിക്കുകയാണ്. ഫിംഗർ ഉണ്ടാക്കണ്ടേ? യാ വരൂ, ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ റൂമിലെത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞില്ല ഞാൻ, പറയുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ റൂമിലെത്തിയിട്ട് കാണിക്കുന്നതാണ്. ഒരുപാട് കോമഡികൾ ഇനി വരുമായിരിക്കും. നോക്ക്, നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചോറ് ഓൾറെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് നമ്മൾ ഊറ്റാൻ പോവാണ്. ഇതിലിട്ടിട്ടല്ലേ ഊറ്റാ? പിടിച്ച് എൻ്റെ കയ്യിലാക്കോ? പോട്ടെ. കഞ്ഞിവെള്ളം ഇവിടെ വെക്കാൻ പറ്റൂല. ഞാനില്ലെങ്കിൽ നീ ഇതെങ്ങനെ ചെയ്യാ? പാത്രം വെച്ചിട്ട് അപ്പൊ അതുപോലെ ചെയ്താ പോരേനോ? ഞാൻ ഹെൽപ്പ് ചെയ്യണം. ഐഫോ ചോറിന് കൈമാറ്റി ഞാൻ കുറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫിഷ് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അവര് ക്ലീൻ ചെയ്യൂല, കട്ട് ചെയ്ത് മാത്രമല്ലോ അല്ലേ? ഐഫ് കമൻട്രി പെണ്ണേ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം നമ്മള് ഇനി എന്താ ഇതിന്റെ ചോറ് കഴുകണോ? അങ്ങനെയൊക്കെ നമ്മളങ്ങനൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മള് ചോറ് വടിക്കാൻ വെച്ച, ഞങ്ങളവിടെ അങ്ങനെ പറയാ, വടിക്കാൻ വെക്കാന്ന് പറയാ. നിങ്ങളുടെ അവിടെ എന്താ പറയാ? ഊറ്റാൻ. ഊറ്റി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ലാസ്റ്റ് ഡ്രോപ്പ് വരെ പോവൂലേ, അതിന് നമ്മൾ വടിക്കാൻ വെക്കാന്നാ പറയാം. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത്? പറയൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, പാത്രമൊക്കെ ഒന്ന് കഴുകാണ്ട്. എന്ത് ചോറും കറിയും മീൻകറി? ഇവര് എന്നെ പുറ്റിക്കണ ഗൈസ്. ഞാൻ മീൻകറി ഉണ്ടാക്കണ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോണേ. ആരും കണ്ടിട്ടില്ല. നീ ഇല്ലേ? ഞാൻ ഉണ്ടാക്കും, നീ പറഞ്ഞു തന്നാ മതി. എനിക്ക് ബിഗ് ബോസിലൊക്കെ അറിയാതെ ഉണ്ടാക്കാൻ അവസരം കിട്ടിയില്ല. അതെ, അതുകൊണ്ടാ തരാത്തേന്നു. എന്നെ നിരാശപ്പെടുത്തി. ഐഫിന് പണിയാണ് ഗൈസ്. ഐഫ് പണിയെടുക്കണ്ടേ? ഞാൻ പണിയെടുക്കാം. സഹിച്ചോണ്ട് നോക്കാം. ഓക്കെ, നേരെ കുക്കിങ്ങിലേക്ക് പോവാം. സൂക്ഷിച്ച്. അപ്പം നമ്മള് ഫിഷ് കട്ട് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനായിരിക്കും ക്ലീൻ ചെയ്യാൻ പോന്നേ. പാത്രം വരുമോ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെ ചിക്കൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തുനിന്ന് ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് ചിക്കൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫിഷ് ക്ലീൻ ചെയ്തിട്ടില്ല. എന്താ? ഞാൻ വേറെ ഒന്നും അല്ലാണ്ട് അവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഈ ബോസ് ഓക്കെ ബോസ് പാത്രം ക്ലീൻ ചെയ്യാൻ
ഓക്കെ, അപ്പൊ ഫസ്റ്റ് എത്ര പീസ് ഇടണോ? എല്ലാ പീസ് ഇടണോ? ഇവളെന്താ ഐഫിന് വയ്യാട്ടോ, വയ്യാണ്ടായിരിക്കണം. തല, നീ തല വയ്ക്കും ഇങ്ങനെ ഇത് കഴുകുമ്പോ ഇങ്ങനെ കഴുകേണ്ടി വരും. അത് ആദ്യത്തെ ഒരു ഇത് അതേ ഉള്ളൂ. എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാം ഇല്ലേ? തിന്നുമ്പോ ഉടുപ്പിലാക്കരുത്, എന്റെ വൈറ്റ് ഉടുപ്പാണ്. കിച്ചണിൽ കയറുമ്പോ എന്നാ എനിക്ക് ഷെഫിന്റെ ഡ്രസ്സ് അത് മേടിച്ചിട്ടില്ല. മേടിക്കണ്ട ഐഫു. ഫിഷ് ഫ്രൈ നമ്മൾ ഇതില് മുട്ട ഇല്ലല്ലേ? മീൻ മുട്ട മതി, ധാരാളം. അപ്പൊ നമ്മളിത് കഴുകാൻ പോവുകയാണ്. ആക്ച്വലി എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വെള്ളം വെച്ച് കഴിക്കാൻ മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ കുറേ അഴുക്കൊക്കെ പോയിട്ടു അത്യാവശ്യം. എൻ്റെ നീയല്ലേ, എൻ്റെ ഉമ്മാതെ നീയല്ലേ. എനിക്ക് സാധനങ്ങൾ കൈ കൂടുന്നു, എനിക്ക് സാധനങ്ങൾ കൈ കൂടുന്നു. ഇതൊക്കെ ഇതിൻ്റെ വേസ്റ്റ് പോലെ ഓക്കെ. ഇതെന്നാ തേങ്ങയോ എന്തൊക്കെ തരോ? ആ ഇതെങ്ങനെ കളയണം? നിനക്ക് 3 ദിവസം കൈ കൂടി പറ്റില്ല. ആ നമ്മളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഗൈസ്, സക്സസ്ഫുള്ളി ഞാൻ മീൻ കഴുകിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ പറഞ്ഞു വിട്ട്. എന്നിട്ട് എനിക്ക് വീണ്ടും സവാള ചെയ്യുന്ന പണി എന്നെ തന്നിരിക്കുകയാണ്. എന്തിനാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ ചെയ്യണത്? എൻ്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം തന്നൂടെ? ഞാൻ കഴുകിക്കൊണ്ടിരിക്കണ എൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഈ ഇനി കഴുകണ്ട, ഈ അങ്ങോട്ട് മാറിക്കുന്നു പറഞ്ഞിട്ട് ഓള് മേടിച്ചിട്ട് പോയി. എന്നിട്ട് എന്നോട് സവാള അരിയാൻ പറഞ്ഞു. എല്ലാവരും എന്താണ് ഗൈസ് എന്നോട് ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? മറ്റേ സീരിയലില് അങ്ങോട്ട് മാറി കിടക്കടി കുട്ടി പിശാശേ. ഞാൻ കുട്ടി പിശാശല്ല, ഒന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ദുബായിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇവിടെ കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് റൂൾസൊക്കെ. വിസയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വ്ലോഗ് സവാള നമ്മൾ അവസാനിപ്പിക്കണില്ല. ഇടി അവസാനിപ്പിച്ചോന്നൊക്കെ അങ്ങനെ ഇപ്പം അവസാനിപ്പിക്കുന്നു നീ വിചാരിക്കണ്ട ഐഫോനെ. അപ്പം ഞങ്ങൾ സവാള കുനുകുന സവാള കിരികിരി തൊണ്ട് മാത്രം കളഞ്ഞാൽ മതിയോ? ആ അരിയാൻ മറ്റേ ഇങ്ങനെ വലിക്കണ സാധനം ഉണ്ടാവും അല്ലേ? 4 ആക്കണ്ടേ? അപ്പോൾ 4 പീസ് ആക്കണ്ടേ? സവാള അരി 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 അരി. ഐഫ് എന്നോട് പറയാണ് എന്തിനിപ്പോ ഈ കുക്കിംഗ് വ്ലോഗൊക്കെ ചെയ്യണേ, അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞില്ല. അവക്ക് വയ്യ, ശരി. അവളെ പനിയായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഗൈസ് ഭയങ്കര എക്സ്പെൻസീവ് ഇവിടെ, നിങ്ങള് വിചാരിക്കണ പോലെ ഒന്നല്ല. ഈ സാധനം നേരത്തെ എടുത്തപ്പോൾ നിൽക്കുന്നത്. സോറി ഗൈസ്, എനിക്കറിയത് ഫിറ്റ് ചെയ്യാൻ. എന്നിട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഏത്? ആ വെളുത്തുള്ളി അരിയട്ടെ. എനിക്കറിയാം വെളുത്തുള്ളി അരിയാൻ. എന്ത് കഷ്ടം. എനിക്ക് എന്നാ നീ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തോ, കിട്ടണില്ല. ഞാൻ സവാള ഇതിലേക്ക് ഇടട്ടെ? സവാള ഇതിലേക്ക് ഇടട്ടെ? എല്ലായിരുന്നു. ഇത് നമുക്ക് അല്ലാണ്ട് എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറന്നു. ശേഷം വലിയ വെളുത്തുള്ളി ഇത് കാണിച്ചില്ല. അങ്ങനെ ആവില്ല. ബ്ലേഡിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആവില്ല. എടുക്കണം. പെട്ടെന്ന് കഴിയുന്ന പണി ഞാൻ ഇരട്ടിയാക്കി തരണ്ടേ ലൈഫിന്? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അയ്യോ പിന്നെ പ്രാഗ്രഹം ഉണ്ടാവും. വെളുത്തുള്ളി പോയി, ഞാൻ തരാം. പാവം കൊച്ചു എപ്പോ തീരേണ്ട പണിയാ ഞാൻ വന്ന് കൊളാക്കി മൊത്തത്തിൽ.
ആകെ പരിവക്കേടായി. കുളിച്ചു. ഐഫോ കൂൾ ഡൗൺ. എനിക്കാവണില്ല. അയ്യപ്പോ ഇതിനകം സുഖം മറ്റേതാട്ടോ, മറ്റേ ഇങ്ങനെ വലിക്കണത്. ഇത് ഭയങ്കര പ്രഷർ കൊടുക്കണം നമ്മള്. ഓ കണ്ണൂരിയുണ്ടല്ലോ. താഴെ വെച്ച് ചെയ്യാൻ പാടില്ല. എന്തത് കൈ പോയാ? ഗൈസ്, ഒരു ആക്സിഡന്റിന് ശേഷം ഐഫോ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് പറഞ്ഞു കൊടുക്ക്. ഇതിൻ്റെ ഇടയിൽ വിരല് പോയി. ഇങ്ങനെ പ്രസ് ചെയ്തതാണ്. അപ്പോൾ ഈ വിരല് ഇതിൻ്റെ ഇടയിൽ പോയി ഗൈസ്. ഭയങ്കര പ്രഷറായിട്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. നമുക്ക് പണിയെടുത്തേ പറ്റൂ. പയ്യൊക്കെ ഓർഡറാക്കി തിന്ന് ഉറങ്ങേണ്ട ഞാനാണ് പണിയെടുക്കുന്നത്. അതെ, മര്യാദ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. പക്ഷേ നമ്മളിനി ബീട്രൂട്ട് സോറി എന്താണ് ചീര അരിയാൻ പോവാണ്. ഇതെത്ര വേണം? ഈ വിരലാണ് ഗൈസ്, ഈ വിരൽ. ഇത് കണ്ടോ പറ്റിയത്? ഓക്കെ. ഇതെത്ര വേണം? ഈ ഒരു ബണ്ടിൽ മൊത്തം? ഓക്കെ ഗൈസ്. ഒരു ഈ കറിക്കാ? അല്ല, ഐ മീൻ ചോദിക്കണത് ഇപ്പൊ വെക്കാനാ? രണ്ടും വേണം? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും എടുക്കുന്നതാണ്. എമ്മാടി നമ്മളിതിന് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പിടിച്ച് മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് വരാം. അതായിരിക്കും ബെറ്റർ. ഗൈസ്, നമ്മൾ ചീര അരിഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനാണ് കുക്ക് ചെയ്യാൻ പോണോ? സോറി, കടുക് താളിക്കാൻ പോവാണ്. ഓക്കെ, കടുക് താളിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ചീരല്ലേ? നമ്മള് ഉണക്കമുളക് എത്ര മതിയാ? പിച്ചിയാ? ഓക്കെ. നമ്മള് ഫോൺ ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ്ടേ ചെയ്യണത്? കളിക്കേ ഒരു മിനിറ്റ്. നമ്മൾ അരിഞ്ഞ സാധനങ്ങൾ മതിയായില്ല. മീൻ ഫ്രൈ, സവാള അരിഞ്ഞു വെച്ചത് എല്ലാം. അല്ല, ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതായിപ്പോ? വേണ്ട, അവളുള്ള സമയം ഞാനായിട്ട് കളഞ്ഞു. അവൾക്ക് ആക്സിഡന്റും പറ്റി. ഹായ്, നല്ല സ്മെല്ല് വരുത്. ഇതെങ്കിലും എനിക്ക് ചെയ്യാലോ അല്ലേ? ഉപ്പോ? ഇതല്ലോ ഉപ്പ്. എമ്മാടി തുറന്നു. സ്പൂണ് കഴുകണം. ഞാൻ ഫോണോടെ അല്ല, നീ ഫോൺ പിടിച്ചോണ്ടിരിക്കണല്ലേ? ഞാൻ ഇത് ഇളക്കി കൊടുക്കാം. നീ അപ്പോഴേക്കും സ്പൂണൊക്കെ കഴുകി വായോ. എന്താ സ്മെല്ല്? ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല സ്മെല്ല്. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക തന്നെയാണ്, എഫക്റ്റാണ്. എന്നെ മുഖം കാണിക്കണ്ടെന്നല്ലേ? മഞ്ഞൾപ്പൊടി നമ്മൾ മേടിച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മൾ മേടിച്ചില്ല. ഇനി എന്താ? മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. യെസ്, മുളക് പൊടി ഉണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, അധികം ഉണ്ടാവില്ല. അതെ, കുക്കറി ഷോയാണ്. ഓഹോ, അങ്ങനെയോ. നമ്മളിതിലേക്ക് ചീര ഇടുകയാണ് ഗൈസ്. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേ? അത് ഇളക്കാണ്ട് മാറി. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യണ്ടേ? കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കണം അല്ലേ? അതേപോലെ സെറ്റ് ആവില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇനി തേങ്ങ ഇടണം അല്ലേ? തേങ്ങ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും.
തേങ്ങ അന്ന് നമുക്ക് തേങ്ങ കണ്ടു അല്ലേ? തേങ്ങയായിട്ട് കിട്ടും. ഇങ്ങനെ ഇതേപോലെ തേങ്ങ ചിരണ്ടി അവർ പാത്രത്തിലാക്കി ഇങ്ങനെ തരും. ആഹാ മോനെ സ്മെല്ല് വരുത്. ആ കാണുമ്പോൾ തന്നെ വിശപ്പിന്റെ വിളി തുടങ്ങി. ആക്ച്വലി വിശപ്പിന്റെ വിളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരമായല്ലേ? എത്ര സമയമായി അറിയോ? അതെ തേങ്ങ കൂടിപ്പോയില്ലേ? ശരിയാ, നമ്മൾ എടുത്തപ്പോൾ കുറേ ചീര പോലെ തോന്നി, പക്ഷെ വെച്ച് വന്നപ്പോൾ ഒട്ടുമില്ലല്ലേ? ഇതെനിക്കൊരു പുതിയ പാഠമാണ് ഗൈസ്. അടുത്തതായി ഇനി അടുത്തതെന്താ? വാട്ട് ഇസ് നെക്സ്റ്റ്? മീൻ കറി ഉണ്ടാക്കാം. എമ്മാടി എമ്മാടി നാളെ പറയൂ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെന്തിട്ടുണ്ടാവൂലേ? സോ ഫാസ്റ്റ്. ഇങ്ങനെ നമുക്ക് ചീരുപ്പേരി. അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്തിലേക്കാണ് പോകുന്നത്? 2 പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഫോർ ഫിഷ് ഫ്രൈ ആൻഡ് ദിസ് ഈസ് ഫോർ ഫിഷ് മാംഗോ കറി. ചുമ്മാ മാംഗോ കറി ഒന്നുമില്ല, എന്നാലും ചുമ്മാ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലും വെളിച്ചെണ്ണ ഒഴിക്കല്ലേ? ആ വെള്ളം പോട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള വെളുത്തുള്ളി നമ്മളിട്ട് കൊടുക്കുന്നു. അപ്പുറത്ത് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താ? ഫ്രൈയിന് ഓ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ആക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാലും ഇത് ഇളക്കണോ? അപ്പുറത്ത് ഇളക്കണ്ട, അത് കരിയുണ്ട്. കറിവേപ്പില. സിനിമ നല്ലൊരു കുക്കിംഗ് ബ്ലോഗർ അല്ല കേട്ടോ. പോലെ നമ്മളിത് മീൻ കഷ്ണം ഇടുന്നു. എമ്മി. ഈ ബാക്കി മസാല എന്താക്കും? അതിന് മളിക്കൊണ്ടിടും. ഓക്കെ, ഇനി വരുന്ന ബാക്കി മസാല നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കും. വെള്ളം അതിൽ ഒഴിക്കില്ല, പക്ഷെ നല്ല സ്മെല്ല് വരുത്. ഓ മൈ ഗോഡ്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയോ എന്ന് സംശയം. ഇറക്കി കൊടുക്കാൻ ഇല്ല. ആഹാ നമ്മൾ ഉപ്പിടുകയാണ്. ഇനി നമ്മൾ ഓരോ മസാലപ്പൊടികൾ ചേർക്കുന്നതാണ് ഗൈസ്. ഉപ്പിന് ശേഷം അടുത്തതായി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലേ? വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അത് നീ അരച്ച് വെച്ചതാ? മേടിച്ചതാണല്ലേ? മിക്സപ്പാണ്. ഞാൻ തക്കാളി പച്ചമുളക്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ്. ഇതിലെ വെള്ളം തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുളി കലക്കിയ വെള്ളം ആഡ് ആക്കൂല. നമ്മൾ പുളി കലക്കി വെച്ച വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പുളി കലക്കിയ വെള്ളം. പുളി കലക്കിയ വെള്ളം തുരു നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇളക്കി ഉടച്ചതാ ഇതിപ്പോ. പറ അറിയാൻ നീ. ഹായ്, ഇതിൽ വെള്ളം ഒഴിക്കൂല നമ്മള്? ഇതില് അയ്യോ എൻ്റെ ടീഷർട്ടിലൊക്കെ തെറിച്ച്. ഓ ഷിറ്റ് മാൻ ഗൈസ്, എൻ്റെ ടീഷർട്ട്, എൻ്റെ വൈറ്റ് ടീഷർട്ടിലൊക്കെ ഇതിലൊക്കെ ആയി കണ്ടോ? എന്ത് ചെയ്യും? സ്പ്രെഡായി. ഇനി ഒന്നിനും കൊള്ളൂല. ഇനി ഈ ടീഷർട്ട് ഒന്നിനും കൊള്ളൂല. കുക്കിംഗ് ബ്ലോഗായിരുന്നു. സന്തോഷമായിരിക്കണം. ഇത് മസാല കരിഞ്ഞതാണ്, മീൻ കരിഞ്ഞിട്ടില്ല. നല്ല സ്മെല്ല് വരുത്. വാട്ട്സ് നെക്സ്റ്റ്? ഐഫോൺ അൽഷ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാം. അതിലേക്കല്ലേ? എന്താ ഓരോ എണ്ണ തെറിച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ? ഇന്ന് ഐഫിന് മൊത്തം പരിക്കുകളുടെ ഒരു ദിവസമാണ്. രാവിലെ തൊട്ട് തുടങ്ങിയതാ. അതെന്താ ഇപ്പൊ അതൊരു അർത്ഥം വെച്ചൊരു പറച്ചില്? കണ്ടകശനി കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ട് നീ ഒരു സ്ട്രെസ് ചെയ്ത് പറയണം. എൻ്റെ ഉദ്ദേശം പറഞ്ഞതാണോ? സ്വാഭാവികം, യാദൃശികം. ഓക്കെ, നമ്മളിനി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മീനിനെ ഇടാൻ പോവാണ്. ആയോ മീനിടാൻ? ഇനി വെള്ളം വേണം. ഓക്കെ, വെള്ളം ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് മീൻ ഇങ്ങനെ കുക്കായി വരണം. അപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മീനിൻ്റെ അകത്തേക്ക് ഇട്ട് ഇനി അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഇളക്കി കൊടുക്കണോ?
എല്ലാവർക്കും കിടന്ന് വേവാനുള്ള ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത്ര കളിക്കാൻ പോലെ ഇനി മുടിയൊക്കെ അല്ലേ? അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫിഷ് കറി റെഡി ആവുകയാണ് ഗായ്സ്. സ്പെഷ്യൽ പണ്ടാറെടുക്കും. ഓക്കെ, ഇനി റെഡി ആയിട്ട് കാണാം. ഞാൻ കാണാതെ നീ പാത്രം തുറന്ന് വെളുത്തുള്ളി സോറി കറിവേപ്പില ഇട്ടൂലേ? യെസ്. അപ്പം അത് കഴിഞ്ഞു. ഇതിങ്ങോട്ട് വരണ്ട, അത് വരും ഗൈസ്. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടെന്ന്. അടിപൊളി. വൈഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിപ്പോൾ ഓഫാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ അത് നന്നായി ഇളക്കി നന്നായിട്ട് കുറുകിയുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്ത് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അയ്യോ, ചില മീനൊക്കെ സീനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫൈനലി നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാറുണ്ട്, മീൻ വറുത്തതുണ്ട്, ഉപ്പേരിയുണ്ട്, മീൻകറിയുണ്ട്. ഇനി നമ്മളിത് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല വിശക്കുണ്ട്. സമയം ഓൾറെഡി നല്ല ലേറ്റായി. അപ്പോൾ ഐഫു എന്താക്കാണ്? ഐഫിൻ്റെ പണി കഴിഞ്ഞില്ലേ? നോക്കട്ടെ. അങ്ങനെ ഐഫും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഐഫുവിന് അധികം എടുക്കണ്ടെന്നാണ് ഐഫു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ എടുക്കണില്ല. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ കൈയിട്ട് ഞാൻ ഇളക്കി മറിച്ച അങ്ങനെയല്ല, ഞാൻ ഇളക്കിയ മീൻകറി എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ ഐഫു. റോസ്മിൻ ഇളക്കിയ മീൻകറി നല്ല കഴിക്കേ. ഐഫു കഴിക്കണ ആസ്വദിക്കണത് കാണട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കള്ളിപ്പെണ്ണ്. ഇനി ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങനെ മീൻകറി വെക്കും. പിന്നെ നമ്മൾ മീൻ പൊരിച്ചതിൻ്റെ കുറച്ച് കറുമുറ സാധനങ്ങളും ഉപ്പേരി. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ഞാൻ കറി ഉണ്ടാക്കും എന്ന് വിചാരിച്ച് വന്ന ഞാൻ ശശിയായി. എല്ലാ ഐഫും തന്നെയാണ് ചെയ്തത്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഇനി ഫ്ലോപ്പ് ആവാത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇല്ല ഐഫു? അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.